വലിയ മാനുഷിക പ്രതിസന്ധി നേരിടുന്നുണ്ട്. അവശ്യ സാധനങ്ങളില്ല. റഫ അതിർത്തി അതൊരു വലിയ പ്രശ്നമായി തന്നെ തുടരുകയാണ്. അതിലെന്ത് നീക്കുപോക്കുണ്ടാകും എന്നുള്ളത് അറിയേണ്ടതുണ്ട്. മാത്രവുമല്ല, ഇവർക്ക് ഭക്ഷണം ഉൾപ്പെടെ മരുന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടുതലായി എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് കടക്കാനുള്ള സാധ്യതയാണോ ഇപ്പോൾ കാണുന്നത്? രണ്ടാം ഘട്ടം എന്ന് പറയുമ്പോൾ ആദ്യഘട്ടത്തിലെ വാഗ്ദാനങ്ങളാണ് ഇതെല്ലാം. പക്ഷേ അതുപോലും ഇതുവരെ പൂർണ്ണമായി എത്തിക്കാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടല്ലോ. അതിലുള്ള ആശങ്ക. ഒക്ടോബർ 10-നാണ് ഇപ്പോൾ ഈ ആദ്യഘട്ട വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നത്. നീണ്ട 2 വർഷത്തിലധികം നീണ്ട കൊടിയ യുദ്ധം, ആ യുദ്ധത്തിലൂടെ തകർത്തെറിഞ്ഞ അടിസ്ഥാന സൗകര്യങ്ങൾ പൂർണ്ണമായിട്ടും അങ്ങനെ തന്നെ കിടക്കുകയാണ്. അതുമാത്രമല്ല, 20 ലക്ഷത്തിലധികം വരുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നരകതുല്യമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. ആയിരക്കണക്കിന് ടെന്റുകളാണ് ഇപ്പോൾ പ്രകൃതിക്ഷോഭം മൂലവും തകർന്നിരിക്കുന്നത്. അതായത് കയറിക്കിടക്കാൻ കെട്ടിടങ്ങളില്ല, താൽക്കാലികമായ ടെന്റുകളില്ലാത്തൊരവസ്ഥയിലാണ് ഈ കുഞ്ഞുങ്ങളുടെ ഈ അതിശൈത്യവും മൂലമുള്ള മരണം പോലും നിരന്തരമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. പിന്നിട്ട് 24 മണിക്കൂറിനുള്ളിൽ ഒരു കുഞ്ഞുകൂടി മരണപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. അപ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് വേണ്ടത് വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞത് റഫ അതിർത്തി തുറന്ന് ഏറ്റവും എളുപ്പത്തിൽ നിത്യം 600 ട്രക്കുകളെങ്കിലും ഗസയിലേക്ക് കൊണ്ടുവരുമെന്നായിരുന്നു. പക്ഷേ ഈ 3 മാസത്തിലധികം പിന്നിട്ട് വെടിനിർത്തലിന്റെ ആദ്യഘട്ടം, എന്നിട്ട് പോലും ഈ പകുതി ട്രക്കുകൾ പോലും ഗസയിലേക്ക് കൊണ്ടുവരാനോ ഈ അടിസ്ഥാന സാമഗ്രികളും സംവിധാനങ്ങളും എത്തിക്കാനോ ഇന്ധനം എത്തിക്കാനോ മരുന്നും വെള്ളവും എത്തിക്കാനോ ഉള്ള സംവിധാനങ്ങൾ വളരെ പരിമിതമായ തോതിൽ മാത്രമാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏത് രണ്ടാം ഘട്ടം വരുന്നൊരു ഘട്ടത്തിലും കുറേ രാജ്യങ്ങളുടെ പങ്കാളിത്തത്തിലുള്ള സമിതിയും ട്രംപിന്റെ നേതൃത്വത്തിലുള്ള സമിതി യോഗം ചേർന്നതുകൊണ്ട് മാത്രമായില്ല. ഏറ്റവും അടിസ്ഥാനപരമായിട്ട് വേണ്ടത് ഈ മനുഷ്യരുടെ ദുരിതപൂർണമായിട്ടുള്ള അവസ്ഥക്ക് പരിഹാരമുണ്ടാക്കാൻ എത്രയും എളുപ്പത്തിൽ ഈ സഹായങ്ങൾ എത്തിക്കുക എന്നതാണ്. അതിലേക്ക് എത്ര കണ്ട് കടക്കാൻ സാധിക്കും എന്ന ചോദ്യം ബാക്കി നിൽക്കുകയാണ്. ഒരുപക്ഷെ അറബ് രാജ്യങ്ങളുടെ UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ പങ്കാളിത്തത്തോടു കൂടി കുറെ കൂടി സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടെങ്കിലും ഈ ഒരു പ്രതിസന്ധി മറികടക്കാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷയിലാണ് മധ്യസ്ഥ രാജ്യങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നത്. ധന്യ.